എന്തായാലും പാവപ്പെട്ട ടീച്ചറിന്റെ ശവടക്കണമെങ്കിൽ നിനക്ക് വരാൻ പറ്റിയല്ലോ. ശവടക്കിന് മാത്രം വന്നാണെന്ന് ജോർജിനോട് ആരാ പറഞ്ഞത്? ഹായ് ബിലാൽ, ബാലാജി, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. ഞാനാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇറ്റ്സ് ഓൾ ഇൻ കൺട്രോൾ. വിറ്റ്നസിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് അതൊരു മോഷണ ശ്രമമാണ്. അല്ല സാറേ, ഇതൊക്കെ എന്തിനാ ഇപ്പൊ ഇവനോടൊക്കെ? ചില പട്ടികൾ കടിക്കും, ചിലത് കുരയ്ക്കും, ചിലത് കാക്കിയിടും. വെറുതെ എന്റെ കൈ കൊണ്ട് നേർച്ചയിടിക്കല്ലേ ജോർജ്? അല്ല മിസ്റ്റർ ബിലാൽ, ഞാൻ പറയുന്നത് ദൈവത്തിനെ പോലെ കരുണയുള്ള മേരി ടീച്ചറിന്റെ കയ്യിൽ നിന്ന് ഒന്നും മോട്ടിക്കേണ്ട കാര്യമില്ലെന്ന് ഇവിടുത്തെ ചെറിയ കുട്ടികൾക്ക് പോലും അറിയും. ബിലാൽ, ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങളോട് പോരല്ലേ? വാ സാറേ, ഇവനൊക്കെ. സാറേ ജോർജേ, മരിപ്പിനുള്ള വടയും ചായ ഞാൻ തരുന്നുണ്ട്. ഇപ്പോഴല്ല, പിന്നെ. Everybody in the house, see the boys attack. Moving close together just to get stay. Make no mistake, this is no time. Won't see the pain till they get them slain. But doesn't sing the story about the fall. Brothers, 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 everybody in the house, see the boys attack. Moving close together just to get stay. Make no mistake, this is no time. Won't see the pain till they get them slain. But doesn't sing the story about the fall. Brothers, 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 എങ്ങനെയുണ്ട് ബിജുവിന്റെ ചെമ്മീൻ കറി? ബിലാലെ, നീ അവനെ ഒന്ന് നോക്കിക്കേ. നിന്റെ കൈപിടിച്ച ബിജു വളർന്നത്. കുട്ടിക്കാലത്ത് എല്ലാവരും നഷ്ടപ്പെട്ടതിന്റെ സങ്കടം ഇനിയും അവന് മാറിയിട്ടില്ല. അവൻ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലുണ്ടാവരുത്. ദേ, എപ്പോഴും നീയും എഡ്ഡിയും മുരുകനും ബിജുவோടെ കൂടെ ഉണ്ടാവണം. പാവ എഡ്ഡി കുറെ വീഴ്ചകൾക്കിടയിലൂടെ ജീവിതത്തെ എങ്ങനെയൊക്കെയോ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയാണ്. സെലീനയും കുട്ടികളുമാണ് അവന്റെ ഏക സമ്പാദ്യം. അവര് ദുഃഖിക്കാൻ ഇടവരുന്ന ഒരു കാര്യവും സംഭവിക്കാൻ പാടില്ല. ബിലാലിന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ദാ കണ്ടില്ലേ, കുറെ തിന്ന് കാളകളിച്ച് നടക്കുന്നു, ഒരു മാറ്റവും ഇല്ല. ഞാനില്ലെന്ന് വിചാരിച്ച് ഈ വീട്ടിൽ പെൺപിള്ളാരുമായി വന്ന് കയറാമെന്ന് എന്തെങ്കിലും മോഹം ഉണ്ടെങ്കിൽ അത് നടക്കില്ലെന്ന് മുരുകനോട് പറഞ്ഞേക്കണം. ഇവർക്കൊക്കെ മുൻപ് എന്റെ അടുത്ത് വന്നത് നീയാ, എന്റെ ആദ്യത്തെ പുത്രൻ.